Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. സൂറത്ത് ഹൂദിലെ 36, 37 സൂക്തങ്ങളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأوحي إلى نوح أنه لن يؤمن من قومك إلا من قد آمن فلا تبتئس بما كانوا يفعلون واصنع الفلك بأعيننا ووحينا ولا تخاطبني في الذين ظلموا إنهم مغرقون وأوحي إلى نوح നൂഹിന് നിർദ്ദേശം നൽകപ്പെട്ടു. അന്നഹു തീർച്ചയായും കാര്യമെന്തെന്നാൽ ലൻ യുഅ്മിന വിശ്വസിക്കുകയില്ല മിൻ ഖൗമിക താങ്കളുടെ ജനതയിൽ നിന്ന് ഇല്ലാ മൻ ഖദ് ആമന വിശ്വസിച്ചവരല്ലാതെ ഇനി വിശ്വസിക്കാൻ ആരുമില്ല. ഫലാ തബ്തഇസ് ആയതിനാൽ താങ്കൾ വ്യാകുലപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, വല്ലാതെ സങ്കടപ്പെടേണ്ടതില്ല. ബിമാ കാനൂ യഫ്അലൂൻ അവർ ചെയ്യുന്നതിനെ സംബന്ധിച്ച്. വസ്നഇൽ ഫുൽക താങ്കളൊരു ഫുൽക്ക് ഒരു കപ്പൽ നിർമ്മിക്കുക. ബി അഅ്യുനിന അത് നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം. വഹീന വഹി എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ വഹീ പ്രകാരവും നമ്മുടെ സംരക്ഷണയിലും നമ്മുടെ വഹീ പ്രകാരവും താങ്കൾ ഒരു കപ്പൽ നിർമ്മിക്കുക. വലാ തുഖാതിബ്നി എന്നോട് ശുപാർശ ചെയ്യരുത്, അല്ലെങ്കിൽ എന്നോട് വർത്തമാനം പറയരുത്, പ്രാർത്ഥിക്കരുത്. ഫില്ലദീന ളലമു അക്രമികളുടെ കാര്യത്തിൽ അവരോട് ഇനി അവരുടെ വിഷയത്തിൽ എന്നോട് തർക്കിക്കരുത്, അല്ലെങ്കിൽ എന്നോട് ഇനി അതിനെപ്പറ്റിയൊന്നും പറയണ്ട. അവർ ഇന്നഹും മുഗ്റഖൂൻ അവർ മുക്കിക്കൊല്ലപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ മുക്കപ്പെടുന്നവരാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഊഹയവില് ഔഹ വഹി എന്നാൽ ദിവ്യബോധനം, സ്വകാര്യ ഭാഷണം എന്നൊക്കെയാണ്. തേനീച്ചക്ക് അല്ലാഹു തആല വഹി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, സൂറത്തു നഹ്ലിൽ വരുന്നുണ്ട്. ഔഹ എന്നുള്ളതിൻ്റെ കർമ്മണി പ്രയോഗമാണ്. ഊഹിയ നൽകപ്പെട്ടു എന്നാകും അപ്പുറത്ത്, കർമ്മത്തിന് പ്രാധാന്യം വരിക. ഊഹിയ ഇലാ നൂഹിൻ നൂഹിന് വഹി നൽകപ്പെട്ടു, രഹസ്യമായി ബോധനം നൽകപ്പെട്ടു. അന്നഹു തീർച്ചയായും അത്, അഥവാ കാര്യം എന്തെന്നാൽ, എന്താണ് വഹി നൽകപ്പെട്ടത് എന്തെന്നാൽ, ലൻ യുഅ്മിന ലക ലൻ യുഅ്മിന യുഅ്മിനു എന്നുള്ളതിൻ്റെ മുമ്പ് ലൻ വന്നപ്പോഴാണ് യുഅ്മിന എന്നായത്. ലൻ യുഅ്മിന ലക താങ്കളെ വിശ്വസിക്കുകയില്ല, ലൻ യുഅ്മിന വിശ്വസിക്കുകയില്ല മിൻ ഖൗമിക താങ്കളുടെ ജനതയിൽ. അന്ന് ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. വിശ്വസിച്ചവർ ഏകദേശം അതിൽ നിന്ന് ലഭിക്കാവുന്ന സത്ത് ഒക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, ഒരു ജ്യൂസ് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നുള്ള ചാറ്, അതിൽ നിന്നുള്ള നീര്, കരിമ്പ് പിഴിയുമ്പോൾ അതിൽ നിന്നുള്ള നീര് മുഴുവൻ പോകുന്നതിന് ആവശ്യമുള്ളത് കൊണ്ട് പോകുന്നതിന് ചണ്ടിയേ ബാക്കിയുള്ളൂ. ഇനി അതിൽ ചണ്ടികളേ ഉള്ളൂ. തക്കാളി കുറച്ച് കൂടുതൽ കൊണ്ടുവന്നാൽ നമ്മൾ കിലോന് 3 കിലോന് 100 റുപ്യ എന്നൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ 3 കിലോനൊക്കെ വാങ്ങും. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. 2 ദിവസം ഇരുന്നാൽ 2 കിലോ ചീഞ്ഞ് പോകും. നമുക്ക് 1 കിലോൻ്റെ ആവശ്യം തന്നെ ഇല്ല, 1 കിലോനെ വേണ്ടിയുള്ളൂ. അപ്പോൾ ചീഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളെന്താ ചെയ്യുക, ഒക്കെ ഒന്നും തരി ചീഞ്ഞതൊക്കെ അങ്ങനെ എറി. അവസാനം ചീഞ്ഞത് എറിഞ്ഞ് അങ്ങനെ 2-3 ദിവസം 4 ദിവസം 8 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ എത്ര തക്കാളി കിട്ടും നമുക്ക് കയ്യിൽ നിന്ന്? നമുക്കൊരു 5-6 ഒക്കെ കിട്ടും. ബാക്കി
മുഴുവൻ ചീഞ്ഞു പോകും എന്ന മാതിരി തെരച്ചിൽ കഴിഞ്ഞിരിക്കണം. ഇവരിൽ മുഅ്മിനീങ്ങളാകാനുള്ള അവരുടെ ഉത്തമരായ മനസ്സുള്ള എല്ലാവരും മുഅ്മിനീങ്ങളായിരിക്കണം. അത് കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് ലൻ യൂമിന മിൻ ഖൗമിക, താങ്കളുടെ ജനതയിൽ നിന്ന് വിശ്വസിക്കുകയില്ല ഇല്ലാ മൻ ഖദ് ആമന, ഇപ്പോൾ വിശ്വസിച്ചവരല്ലാതെ. ഇനി അതിന് തിരയാനില്ല. നമ്മൾ പറയല്ലോ ഒക്കെ ഞാൻ നോക്കിയിരിക്കണം, ഇനി അതിൽ നല്ലതൊന്നും ഇല്ലയെന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ. ഒക്കെ ഞാൻ നോക്കി, ഇനി അതിൽ നല്ലതൊന്നും ഇല്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ അള്ളാഹ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹുവിനെല്ലാം അറിയാം. ഇനി അതിലാരും നൂഹ് നബിനെ വിശ്വസിക്കാനില്ല എന്നതും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ്. അപ്പോൾ പറയാണ് നൂഹ് നബി അലൈഹി സ്വലാമയോട് വിശ്വസിക്കാനുള്ളവരൊക്കെ വിശ്വസിച്ചിരിക്കണം. ഇനി ഫലാത്തബുത്ത ഇസ് ഇബുത്ത അസ ബൈസ എന്നുള്ളതിനുണ്ടായത് അങ്ങേയറ്റത്തെ സങ്കടം. എന്നാണ് ഫലാത്തബുത്ത ഇസ്, താങ്കൾ വ്യാകുലപ്പെടേണ്ടതില്ല, താങ്കൾ കൂടുതലായി സങ്കടപ്പെടേണ്ടതില്ല. ബിമാ കാനു യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അവരുടെ മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ആയത്. മനസ്സ് ശുദ്ധമാണെങ്കിൽ അവർക്ക് പ്രവാചകൻ്റെ സന്ദേശം സ്വീകരിക്കാൻ കഴിയേണ്ടതായിരുന്നു. അതില്ലാത്തത് കൊണ്ട് അവർ ആപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നൂഹ് നബി അലൈഹി സ്വലാമയുടെ അള്ളാഹ് പറയാം വസ്നാ അൽ ഫുൽക. സ്വനാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വളരെ ഭംഗിയിലും കൃത്യമായിട്ടൊരു കാര്യം നിർദ്ദേശപ്രകാരം ചെയ്യാന്ന സ്വനാ. അള്ളാഹിൻ്റെ സുന്നകളൊക്കെ അങ്ങനെ വളരെ കൃത്യമായിരിക്കും, വളരെ കണിശമായിരിക്കും, വളരെ പൂർണ്ണമായിരിക്കും, വളരെ ഭംഗിയുള്ളതായിരിക്കും. അതേമാതിരി ഒരു കാര്യം ചെയ്യാനാണ് ഇസ്നാ എന്ന് പറയും, സ്വനാ എന്ന് പറയും. അതിനുണ്ടായ കൽപ്പന ഇസ്ന വസ്നഇൽ ഫുൽക, ഫുൽക്ക് നിർമ്മിക്കുക. ഫുൽക്ക് പറഞ്ഞാൽ സാമാന്യം വലിപ്പമുള്ള കപ്പലിനാണ് സാധാരണഗതിയിൽ ഫുൽക്ക് അറിയുക. അതിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരണം 600 മുഴം അല്ലെങ്കിൽ 600 അടി എന്ന് പറയാം. നമുക്കൊരു മുഴം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരളവുണ്ടല്ലോ, കൈ കൊണ്ടാവുന്ന കാണും. 600 അടി പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പൽ തന്നെയാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു കപ്പലാണ് എന്നാണ് പറയുന്നത്. 600 അടി വീതിയാണ് കേട്ടോ. 1200 മുഴം അങ്ങനെയാണോ? വീതിയാണ് 600 അടി, നീളം 1200 അടി. 1200 അടി എന്ന് പറഞ്ഞാൽ മുഴം എന്ന് പറഞ്ഞാൽ അടിനേക്കാളും ഉണ്ടാവും. 1200 മുഴം എന്നാണ് പണ്ടത്തെ കണക്കിൽ. ഒരു മുഴം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയല്ലേ കണക്ക് കൂട്ടുക, അതൊരു അടിയനിയിൽ 6 ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ സാധാരണ പഴയ അളവിലൊരു മുഴം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു കപ്പൽ താങ്കൾ നിർമ്മിക്കണം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ അടുത്ത ഇതിൽ പറയും. ബി അയ്യൂനിന, അയിന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണയിൽ നിന്നോ നമ്മുടെ മേൽനോട്ടത്തിൽ നിന്നൊക്കെ പറയില്ലേ. അയിന കണ്ണ്, നമ്മുടെ കൺമുമ്പിൽ നിന്നാണ്. നമ്മുടെ കൺമുമ്പിൽ മൂസാ നബിനോട് അല്ലാഹ് പറയും താങ്കൾ നമ്മുടെ കൺമുമ്പിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷണത്തിലാണ്, നമ്മുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയും. ഒരു കുട്ടീനെ കളിക്കാൻ വിടുമ്പോൾ അമ്മമാരുണ്ടാവും. അമ്മമാർ എവിടെയാണെങ്കിലും ഒരു കണ്ണ് കുട്ടീൻ്റെ പുറകിലുണ്ടാവും, കുട്ടീൻ്റെ ഒപ്പം ഉണ്ടാവും. കുട്ടീനെ മുറ്റത്തേക്ക് വിട്ടാലും വളരെ അപൂർവ്വം അത് മാറുള്ളൂ. കുട്ടികളെ കല്യാണത്തിന് കൊണ്ടുവന്നാലും വാപ്പ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ഉമ്മാരെ കണ്ണ് കുട്ടികളെ പോലെ. ഒരു നിമിഷം കുട്ടി കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായ അമ്മ തെരഞ്ഞിൻ്റെ കുട്ടീനെ കണ്ടോ, അവൻ്റെ കുട്ടീനെ അതാണ് ആ ഒരു ശ്രദ്ധയാണത്. അള്ളാഹുവിന് മനുഷ്യരോട് ഒരു ഉമ്മാക്ക് കുഞ്ഞിനുള്ളതിനേക്കാൾ സ്നേഹമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബി അയ്യൂനിന, നമ്മുടെ കൺമുമ്പിലായിക്കൊണ്ട്, അഥവാ നമ്മുടെ സംരക്ഷണയിലും നിർദ്ദേശത്തിലും എന്നാണ്. വഹീന, വഹീ കപ്പലുണ്ടാക്കേണ്ടത് എങ്ങനെ, കപ്പൽ നിർമ്മാണ ശാസ്ത്രം അത് അദ്ദേഹത്തിന് പഠിപ്പിച്ചു. കപ്പലിൻ്റെ ആകൃതി എന്തായിരിക്കണം, കപ്പലിൻ്റെ അടിഭാഗം എങ്ങനെ, അത് മുങ്ങിപ്പോകാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കാൻ, അതൊക്കെ കപ്പൽ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളൊക്കെ. പിന്നെ ഒരുപാട് ചർച്ചകളുണ്ട്. എന്തായിരുന്നു മരം, എത്ര ഉയരണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ചർച്ച. 3 തട്ടുകളിലാണ് കപ്പൽ, അതൊക്കെ തഫ്സീറുകളിലുണ്ട്. 3 തട്ടുകളുണ്ടായിരുന്നു, ഒക്കെ തഫ്സീറുകളിൽ വിശദമായിട്ടുണ്ട്. അങ്ങനെ ഒരു കപ്പൽ നമ്മുടെ അയ്യുൻ, നമ്മുടെ കൺമുമ്പിലും നമ്മുടെ വഹീ പ്രകാരവും താങ്കൾ നിർമ്മിക്കണം. വലാ തുഖാത്തിബിൻ, അങ്ങനെ കപ്പൽ നിർമ്മിക്കുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കണില്ല എന്തിനാ കപ്പലുണ്ടാക്കുന്നത്, ഇത് മരുഭൂമി. അത് ഇറാഖിലെ ഒരു പ്രദേശത്താണ്. അന്നേ ഇറാഖിലാണ് അദ്ദേഹം ഉള്ളത്. അത് മരുഭൂമിയാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന സ്ഥലം മരുഭൂമിയിൽ കപ്പലുണ്ടാക്കാൻ തുടങ്ങിയാൽ ആരായാലും ഒന്നും ചോദിക്കൂല, എന്തിനാ പഠിച്ചോനെ ഇവിടെ ഒരു കപ്പലുണ്ടാക്കണത്. മരുഭൂമിയിൽ മലമ്പ്രദേശത്ത്, മരുഭൂമി പറഞ്ഞാൽ കുന്നും മലയൊക്കെ അതിൽ ധാരാളമായിട്ടുണ്ടാകും. മലയുടെ മുകളിലല്ല, മലയുടെ താഴെ വെച്ചിട്ട് അത് ഉണ്ടാക്കണത്. മലഞ്ചെരുവിൽ മരുഭൂമിയിൽ വെച്ച് കപ്പലുണ്ടാക്കുക. ഇവിടെ മരുഭൂമിയിൽ ഉള്ളപ്പോൾ മഴയെന്നെ കുറവ്, പിന്നെ അതും കടലിൽ നിന്ന് ഒരുപാട് ദൂരെ. അങ്ങനെ ഒരു മലഞ്ചെരുവിൽ മരുഭൂമിയിൽ വെച്ച് കപ്പലുണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു. നൂഹ് നബി അലൈഹി സ്വലാം അന്വേഷിക്കണില്ല എന്തിനാണെന്നൊന്നും. എന്നിട്ട് അള്ളാഹ് പറയാം വലാ തുഖാത്തിബിൻ, ഇനി എന്നോട് സംസാരിക്കരുത്,
അഥവാ ഈ കപ്പലുണ്ടാക്കുന്നത് എന്തിനാന്നുള്ളത് ഊഹിക്കാവുന്നതാണല്ലോ. വെള്ളം ഉണ്ടാകും, അപ്പോൾ അതിലൊരുപാട് ആൾക്കാർ മുങ്ങി മരിക്കുമ്പോൾ എന്നോട് അവരെ പറ്റി വർത്തമാനം പറയരുത്. മുങ്ങി മരിക്കേണ്ടവർ തന്നെയാണ്. ചിലപ്പോൾ എൻ്റെ കുടുംബക്കാരുണ്ടാവും, എൻ്റെ മക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും. അപ്പോൾ ബേജാറായി എന്നോട് വർത്തമാനം. മുഖാത്തബത്ത് പറഞ്ഞാൽ സംഭാഷണം നടത്തുക. എന്നോട് സംഭാഷണം നടത്തരുത് പറഞ്ഞാൽ എന്താണ്? എന്നോട് പ്രാർത്ഥിക്കരുത്, ആവശ്യപ്പെടരുത് എന്നൊക്കെയാണ്. ഫില്ലദീന വലമു, ലാലിമുകളുടെ, അക്രമം ചെയ്തവരുടെ. എന്താണ് ഇവിടുത്തെ അക്രമം? നൂഹ് നബി അലൈഹി സ്വലാമയെ ധിക്കരിച്ചു, അള്ളാഹുവിനെ തിരസ്കരിച്ചു. ഇന്നഹും, തീർച്ചയായും അവർ, മുഗ്റഖുൻ, ഗറഖ എന്താ? മുങ്ങി മരിച്ചു എന്നാണല്ലേ, അല്ലെങ്കിൽ മുങ്ങിപ്പോയി, വെള്ളത്തിൽ മുങ്ങി. ഗറഖ നമ്മൾ അന്നൊരു ദുആയും പഠിച്ചിട്ടുണ്ട്, നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവേ നിന്നോട് ഞങ്ങൾ ഗറഖിൽ നിന്നും ഹറക്കിൽ നിന്നും സറക്കിൽ നിന്നും ഒക്കെ കാവലിനെ ചോദിക്കുന്നു എന്ന്. അപ്പോൾ മുഗ്റഖുൻ, അവർ മുക്കി കൊല്ലപ്പെടുന്നവരാകുന്നു. അപ്പോൾ അവിടെ നിർത്തോടെ അർത്ഥം മനവാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് തുടർച്ച വരുമ്പോൾ അവിടെ പറയാം. ഊഹിയ ഇലാ നൂഹിന് വഹി നൽകപ്പെട്ടു. അന്നഹു, കാര്യം എന്തെന്നാൽ, ലൻ യുഅ്മിന മിൻ ഖൗമിക, താങ്കളുടെ ജനതയിൽ നിന്ന് വിശ്വസിക്കുകയില്ല, ഇല്ലാ മൻ ഖദ് ആമന, വിശ്വസിച്ചവരൊഴികെ. ഫലാ തബു, ഇല്ലാ മൻ ഖദ് ആമന, വിശ്വസിച്ചവർ, മിൻ ഖൗമിക, താങ്കളുടെ ജനതയിൽ നിന്ന്, ഇല്ലാ മൻ ഖദ് ആമന, വിശ്വസിച്ചവരൊഴികെ. ഇനി വിശ്വസിക്കാൻ ആരുമില്ല, നല്ലതൊക്കെ അങ്ങോട്ട് വന്നിരിക്കണം, നീ ചീത്ത മാത്രമേ ഉള്ളൂ. ഫലാ തബുത്തഇസ്, താങ്കൾ വേദനിക്കേണ്ടതില്ല, താങ്കൾ വ്യാകുലപ്പെടേണ്ടതില്ല. ബിമാ കാനു യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. വസ്നഇൽ ഫുൽക ബി അയുനിനാ വ വഹീന, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശത്തിലും താങ്കൾ ഒരു കപ്പൽ പണിയുക. വലാ തുഖാതിബ്നി ഫില്ലദീന വലമു, അക്രമികളുടെ കാര്യത്തിൽ എന്നോട് സംസാരിക്കേണ്ടതില്ല. ഇന്നഹും മുഗ്റഖൂൻ, അവർ മുക്കിക്കൊല്ലപ്പെടുന്നവരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കടുത്ത ശിക്ഷകളിൽ നിന്ന് ദുനിയാവിലും ആഖിറത്തിലും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ചെറിയ കർമ്മങ്ങളൊക്കെ വലിയ പ്രതിഫലം നൽകി അവസാനം ഈമാനോടുകൂടി മരിച്ച് ഖബറിലുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ട് വലതു കൈയിൽ കർമ്മരേഖ നൽകപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അവ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.